അല്ല ഗൈസ് ഇതെന്താണ് ലാലേട്ടനൊക്കെ തെറി വിളിച്ചിട്ട് ആൾക്കാർ മറ്റേ ഷഫീരയുടെ ചാനലിൽ താത്ത എന്താണ് ലാലേട്ടനൊക്കെ തെറി വിളിച്ചോണ്ടേ ഇരിക്കണു. ഒരു പെണ്ണിനോട് നെവിൻ അത്രയും വലിയ ഇത് കാണിച്ച ആണും പെണ്ണും കെട്ട നെവിൻ എന്നൊക്കെ പറയണത് എന്താണ്? നിങ്ങളാ ചോദിച്ചില്ലെങ്കിൽ കാണിച്ചരാ നിങ്ങളെ തല്ലുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കഷ്ടപ്പാട് ദൈവമേ. എന്താണ് അയ്യോ ഹനുമോളുടെ PR എടുത്ത ടീംസാണ് ഇവർക്കൊക്കെ കാശ് കിട്ടിയിട്ടുണ്ടാവൂലേ, അല്ലാണ്ട് ഇപ്പോൾ ഇവർക്ക് ഇത്രയും പ്രാന്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ട്രോളന്മാരൊക്കെ എടുക്കലോ കാര്യമായിട്ട് ഇത് ഷെയർ ചെയ്യപ്പെടുക വീഡിയോ അല്ലേ. അല്ലാതെ ഇങ്ങനെ തോന്നുന്നു ലാലേട്ടനൊക്കെ തെറി വിളിക്കാൻ. ഒന്നാമത് ലാലേട്ടൻ ഫാൻസ് ഉണ്ട്, അതുമാത്രമല്ല ലാലേട്ടൻ കേസ് കൊടുക്കൂലേ. ഇവർക്ക് കേസൊന്നും പുത്തരിയല്ലേ, അതിനെയൊക്കെ വലുതായിരിക്കും അല്ലേ. ആ റീച്ച് കുറേ കാശ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യണത്. ഏതായാലും അനുമോളുടെ PR എടുത്ത കക്ഷി ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ അതൊന്നും നല്ല പൈസ കിട്ടുമല്ലോ, അതായിരിക്കും അല്ലേ. എന്തായാലും അതായിട്ടുണ്ട്. എന്ത് കഷ്ടപ്പാട് കേസ്. എന്തായാലും ഈ അനുമോൾ 16 ലക്ഷത്തിൻ്റെ PR എടുത്തെന്ന് പറഞ്ഞിട്ട് എന്തല്ലേ ഏറ്റവും അന്യമായ രീതിയിൽ പുറത്ത് സീനുണ്ടാക്കിക്കൊണ്ടിരിക്കണത് അനുമോളുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേസ്. എന്തപ്പോൾ ഇത്? എന്തായാലും നല്ല രീതിയിൽ കഴിഞ്ഞ വട്ടം ജാസ്മിൻ ജാഫറിനെ കുറിച്ചുള്ള കണ്ടൻറ്റിനാണ് നല്ല ഓട്ടം ഉണ്ടായിരുന്നത്. ഈ കൊല്ലം അനുമോളാണ് ഇക്കൊല്ലത്തെ കണ്ടൻറ്റ് അല്ലേ. അനുമോൾക്കെതിരെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്ത് മറ്റേ എന്തൊക്കെ കാട്ടിക്കൂട്ടണത്. അയ്യോ വീഡിയോസ് കമൻറ്റ്സ് വളരെ വളരെ ക്രൂരമായ രീതിയിലൊക്കെയാണ് പല പോസ്റ്റുകളും കമൻറ്റുകളും വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതായത് ഒട്ടും അങ്ങോട്ട് തല്ലും കൊല്ലും അടിക്കും ഇടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും, ഇതൊക്കെയാണ് പരിപാടികൾ. കംപ്ലൈൻറ്റ് എന്താ ചെയ്യല്ലേ പാവം. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ അനീഷിൽ കുറച്ച് സമാധാനം അല്ലേ, അനീഷ് ഫാൻസിന്. അതായത് അനീഷെങ്ങാനാണ് അങ്ങനെ ചെയ്തത് വിചാരിക്കും അനുമോളോട്. നിങ്ങളെ അവസ്ഥ ആലോചിച്ചേക്ക് ദൈവമേ. ഇന്നിവിടെ പൊരിഞ്ഞതല്ലായിരിക്കും പാവ. അതിൽ നെവിൻ പോയി ചാടിയതിൽ. അതുകൊണ്ട് എല്ലാവരും കൂടി നെവിനെ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ് പാവം. നെവിൻ പുറത്തിറങ്ങിയുള്ള അവസ്ഥ ആലോചിച്ചേക്ക് നെവിൻ ഞെട്ടു. ഇതെന്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണത്. ഇങ്ങനെ കാര്യം വെച്ചെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഓൾറെഡി എവിക്റ്റായി പോകുന്ന ടീംസ് ഇപ്പോൾ ഒണിയലും അപ്പാനിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇത് കണ്ടിട്ട് അവരുടെ കിളി മാറിയിട്ടുണ്ടാവും. ഇതെന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമേ. ആ മസ്താനിക്ക് പുറത്ത് കിട്ടിയ ഹെയ്റ്റ് കാരണം കണ്ടപ്പോൾ തന്നെ ഇവരെ കിളി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരെവിടെ നെവിന് നന്നായിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലും അഭിപ്രായം ഈ നെവിൻ അതിന് മാത്രം ഇത് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞു ഒരു പെണ്ണിനോട് ചെയ്തു? പെണ്ണിനോട് എന്ത് ചെയ്തു നിങ്ങൾ പറയണത്? വെള്ളം ഒഴിച്ചു എന്നല്ലേ? ഞാൻ അതിന് ചെറുതായിട്ട് കാണുന്നില്ല കേട്ടോ, എന്നാലും വെള്ളം ഒഴിച്ചു എന്നുള്ളതല്ലേ ഇവിടുത്തെ സംഭവം. അപ്പോൾ അനുമോട് അവൻ്റെ മേത്ത് കൂടെ വെള്ളം ഒഴിച്ചില്ലേ? അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ തീവ്രമായിട്ടുള്ളൊരു സംഗതി എന്താ അവിടെ കേസ്? അവൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചല്ലേ? ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ മേത്തേക്ക് വെള്ളം ഒഴിച്ചല്ലേ വലിയ സംഭവം. അവൾക്കിപ്പോൾ ഒരു ബെഡ് അല്ലെങ്കിൽ വേറെ ബെഡ് അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവളവിടെ കിടക്കൂല എന്നല്ലേ പറഞ്ഞത്. ഇവനാകെ ഒരു ശരീരമല്ലേ ഉള്ളൂ, ആ ശരീരത്തിൽ കൂടെ അല്ലേ വെള്ളം ഒഴിച്ചത് കേസ്. അപ്പോൾ അത് വലിയ കുറ്റമല്ലേ? എന്തുകൊണ്ടാണ് ആളുകളത് മറക്കുന്നത്? അത് കവർ ചെയ്തിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ആളുകൾ നെവിൻ വെള്ളം ഒഴിച്ചു, അത് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണത്. എന്ത് കാണിച്ചു ഒരു പെണ്ണിനോട് ഞാൻ ചെയ്തു? എന്തിനാ ഈ വിക്ടിം കാർഡ് ഇറക്കണത്? എനിക്ക് അത് മനസ്സിലാവത്ത്. അവിടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിക്ടിം കാർഡൊന്നും ഒരു തരത്തിലുള്ള കാർഡ് അവിടെ ഇറക്കാൻ പറ്റൂലെന്ന്. പിന്നെ എന്താ ഇവിടെ വുമൺ കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്?